ഏവർക്കും നമസ്കാരം. ഗ്രീൻ പി എസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആനന്ദ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ചാപ്റ്റർ ഫസ്റ്റിലെ ക്ലാസ് 4 ഫാമിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് PSC ഈ ഭാഗത്ത് നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, റെഡിയല്ലേ? ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 2016 PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ദ ടൈപ്പ് ഓഫ് ഫാമിംഗ് ഇൻ വിച്ച് ഇൻകം ഫ്രം എ സിംഗിൾ സോഴ്സ് ഡസ് നോട്ട് എക്സീഡ് മോർ ദാൻ 15% ഈസ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ മിക്സ്ഡ് ഫാമിംഗ്, ഓപ്ഷൻ ബി സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്, ഓപ്ഷൻ സി ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്, ഓപ്ഷൻ ഡി കൊമേഴ്സ്യൽ ഡയറിങ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2021 PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, farming in which 15% or more income is generated from livestock and the rest from agriculture is. Option ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്, ഓപ്ഷൻ ബി മിക്സ്ഡ് ഫാമിംഗ്, ഓപ്ഷൻ സി സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2022 PSC ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, which among the following is not true with respect to an organic farming. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ മോസ്റ്റ്ലി എ സെൽഫ് കണ്ടെയ്ൻഡ് സിസ്റ്റം, ഓപ്ഷൻ ബി ലെസ് ഏരിയ റിക്വയർഡ്, ഓപ്ഷൻ സി ഈൽഡ് വിൽ ബി ലോ, ഓപ്ഷൻ ഡി ആനിമൽ വെൽഫെയർ ഈസ് ഇമ്പോർട്ടൻറ്റ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2022 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, farming in which different animal and crops are incorporated in a such a way that they depend and benefit each other. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ മിക്സഡ് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്, ഓപ്ഷൻ സി ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഓർഗാനിക് ഫാമിംഗ്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളിപ്പോഴും ആൻസർ പറയില്ല. നമ്മൾ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. അന്നേരം നിങ്ങൾ തന്നെ ഇതിൻ്റെ ആൻസർ പറയാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് അല്ലേ? ആർക്ക് സംശയമുണ്ടോ? നിങ്ങൾക്ക് സംശയം വരാം. ഇൻഡസ്ട്രിയൽസ് ഏരിയ ഇല്ലേ എന്ന് നിങ്ങൾക്ക് സംശയം വരാം. പക്ഷെ നമ്മുടെ പോപ്പുലേഷനിലെ മെജോറിറ്റി ആൾക്കാരും അതിൽ സാധാരണ ആൾക്കാരാണ് അല്ലേ? അവരെന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു? കൃഷിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു, ശരിയല്ലേ? അവർ കൃഷിയോടൊപ്പം അനുബന്ധമായിട്ട് കന്നുകാലികളും വളർത്തി വരുന്നുണ്ട്. ഇതും ശരിയല്ലേ? ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമീണ കുടുംബങ്ങൾ കന്നുകാലികളെ പലപ്പോഴും എന്താണ് മൂവിങ് ബാങ്കായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ട് അങ്ങനെ മൂവിങ് ബാങ്ക് എന്ന് പറയുന്നത്? അവർക്ക് അവരുടെ പല അടിയന്തര ഘട്ടത്തിലും അല്ലെങ്കിൽ പല അടിയന്തര സാഹചര്യത്തിലും അവർക്ക് ഒരു വരുമാന സ്രോതസ്സായി വർദ്ധിക്കുന്ന ആരാണ്? ഈ ലൈവ് സ്റ്റോക്കാണ് അല്ലേ? നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നുണ്ടല്ലേ? കൃഷി എന്താണ്? നമുക്ക് അതിൻ്റെ വിളവെടുത്താൽ മാത്രമേ നമുക്ക് ഇൻകം കിട്ടത്തുള്ളൂ. സപ്പോസ് നമ്മളിപ്പോൾ ഒരു വാഴ കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ ആ വാഴ വലുതായി കുല വെട്ടിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഇൻകം കിട്ടത്തുള്ളൂ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ നെൽ കൃഷിയാണ് ചെയ്യുന്നത്. നെല്ല് വലുതായി അത് കൊയ്ത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടത്തുള്ളൂ അല്ലേ? പക്ഷെ ലൈഫ് സ്റ്റോക്ക് സംബന്ധിച്ച് അങ്ങനെയാണോ? ഇല്ല. മുഴുവൻ വർഷവും നമുക്ക് എന്താണ് വരുമാനം തരുന്ന ഒരു മാർഗം തന്നെയാണ് അല്ലേ? ഇനി നമുക്ക് വലിയൊരു എമൗണ്ട് ആവശ്യമായിട്ട് വന്നു, നമുക്കിതിനെ എന്താണ് ഈ പശുവിനെ ആടിനോ വിറ്റിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് സ്വരൂപിക്കാൻ പറ്റും ഇല്ലേ? കൃഷിയെ സംബന്ധിച്ച് അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ സാധാരണ കർഷകരുടെ മൂവിങ് ബാങ്കായിട്ട് ഈ ലൈഫ് സ്റ്റോക്കിനെ കണക്കാക്കുന്നത്. സോ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന വിവിധ തരം ഫാമിംഗ് രീതികളും അവയോട് ബന്ധപ്പെട്ടിട്ടുള്ള മൃഗപരിപാലനം അല്ലെങ്കിൽ ലൈവ് സ്റ്റോക്ക് റിയറിങ്ങുമാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഫാമിംഗ് സിസ്റ്റം എന്ന് നോക്കിയാലോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച്, എത്ര ടൈപ്പ് ഫാമിംഗ് ഉണ്ട്? 5 ടൈപ്പ് ഫാമിംഗ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഫസ്റ്റ് മിക്സഡ് ഫാമിംഗ്. ഏതാണ്? മിക്സഡ് ഫാമിംഗ്. രണ്ടാമത്തെ ഏതാണ്? സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്. ഏതാണ്? സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്. മൂന്നാമത്തെ ഏതാണ്? ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്. ഏതാണ്? ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്. നാലാമത്തെ ഏതാണ്? ഓർഗാനിക് ഫാമിംഗ്. ഏതാണ്? ഓർഗാനിക് ഫാമിംഗ്. അഞ്ചാമത്തെ ഏതാണ്? ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഏതാണ്? ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇങ്ങനെ 5 ടൈപ്പ് ഫാമിംഗ് നമ്മുടെ എവിടെ കണ്ടുവരുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക്
ഇതിൻ്റെ ഓരോന്നും വളരെ വിശദമായിട്ട് നോക്കാം. ഇപ്പൊ നമുക്ക് ആദ്യത്തെ ഫാമിംഗ് സിസ്റ്റം നോക്കാം. ഏതാണ്? മിക്സഡ് ഫാമിംഗ്. ഏതാണ്? മിക്സഡ് ഫാമിംഗ്. നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം അല്ലേ. എന്താണ് പറയുന്നത്? ഒന്നിലധികം കാർഷിക വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റോക്ക് റിയറിങ് അല്ലെങ്കിൽ മൃഗപരിപാലനം കൂടി ആകുമ്പോൾ നമ്മൾ അതിന് എന്ത് പറയും? മിക്സഡ് ഫാമിംഗ് എന്ന് പറയും. മനസ്സിലായോ? ഒന്നിലധികം കാർഷിക വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റോക്ക് റിയറിങ് അല്ലെങ്കിൽ മൃഗപരിപാലനം കൂടി ആകുമ്പോൾ നമ്മൾ എന്താണ് അങ്ങനത്തെ ടൈപ്പ് ഫാമിംഗ് സിസ്റ്റം നമ്മൾ എന്ത് വിളിക്കും? മിക്സഡ് ഫാമിംഗ് എന്ന് പറയും. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? എ ഫാമിംഗ് സിസ്റ്റം ഇൻ വിച്ച് 10 to 15% ഓഫ് ഇൻകം ഈസ് ഡിറൈവ്ഡ് ഫ്രം ലൈഫ് സ്റ്റോക്ക് പ്രോഡക്റ്റ് ആൻഡ് ദ റെസ്റ്റ് ഫ്രം അഗ്രികൾച്ചർ ക്രോപ്സ് ഈസ് കോൾഡ് മിക്സഡ് ഫാമിംഗ്. ഈ ഫാമിംഗ് സിസ്റ്റത്തിൽ എന്താണ് 10 മുതൽ 15% ഇൻകം വരുന്നത് എവിടെ നിന്നാണ്? ലൈഫ് സ്റ്റോക്ക് പ്രോഡക്റ്റിൽ നിന്നാണ് അല്ലേ. ഏതൊക്കെ ആയിരിക്കും ലൈഫ് സ്റ്റോക്ക് പ്രോഡക്റ്റ്? മിൽക്ക് അല്ലേ, പാല്, മിൽക്ക് പ്രോഡക്റ്റ്, പാലുൽപ്പന്നങ്ങൾ, പിന്നെ മീറ്റ് വരാം, ഇറച്ചി അല്ലേ, അതുപോലെ തന്നെ ഹൈഡ്, ഇതിന് കിട്ടുന്ന മാനുവർ, ചാണകം, വേസ്റ്റ് പ്രോഡക്റ്റ് എന്നിവയുടെ സെയിലിലൂടെ നമുക്ക് വരുമാനം കിട്ടും അല്ലേ. എത്ര പെർസെൻറ്റേജ്? 10 മുതൽ 15%. അപ്പോൾ ബാക്കി 85 മുതൽ 90% ഓഫ് ഇൻകം എവിടെ നിന്നായിരിക്കും വരുന്നത്? ഉറപ്പായിട്ടും അഗ്രികൾച്ചർ ക്രോപ്സിൻ്റെ സെയിലിലൂടെ ആയിരിക്കും അല്ലേ. അങ്ങനെയല്ലേ? ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കിയേ. അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക് ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. എന്താ പറയുന്നത്? അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക് ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. എന്താ പറയുന്നത്? അഗ്രികൾച്ചറും ലൈഫ് സ്റ്റോക്കും വന്നിട്ട് പരസ്പര പൂരകങ്ങളാണ്. എന്താ പറയുന്നത്? അഗ്രികൾച്ചറും ലൈഫ് സ്റ്റോക്കും പരസ്പര പൂരകങ്ങളാണ്. എങ്ങനെയാണ് പരസ്പര പൂരകങ്ങളാകുന്നത്? നമുക്ക് അടുത്ത സെന്റൻസിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, the byproducts from agriculture can be utilized for livestock feeding. അടുത്ത് നോക്കുക. The manure and waste of livestock rearing can be utilized for agriculture. എന്താണ് പറയുന്നത്? നമ്മുടെ the byproduct from agriculture can be utilized for livestock feeding. അതായത് അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് നമുക്ക് ആർക്ക് ഫീഡിങ്ങിനായിട്ട് കൊടുക്കാം, അല്ലെ ആർക്ക് തീറ്റയായിട്ട് കൊടുക്കാം? ലൈഫ് സ്റ്റോക്കിന് തീറ്റയായിട്ട് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ബൈ പ്രോഡക്റ്റ്? ഏതൊക്കെയായിരിക്കും കിട്ടുന്നത്? ഒന്ന്, നമ്മൾ നെൽകൃഷിയാണ് ചെയ്തെങ്കിൽ നമ്മൾ ആ നെല്ലിൽ നിന്ന് അരി വേർതിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൈസ് ബ്രാൻ കിട്ടും അല്ലേ, തവിട് കിട്ടും അല്ലേ. പിന്നെ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? പാഡി സ്ട്രോ, വൈക്കോല് കിട്ടാറുണ്ട് അല്ലേ. ഇനി എന്താണ്? നമ്മൾ വേറെ ഏതെങ്കിലും കൃഷി ചെയ്യാൻ അതിൻ്റെ ഇലകൾ കിട്ടാറുണ്ട് അല്ലേ. നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്, കിഴങ്ങ് കിട്ടാറുണ്ട്. ഉപയോഗശൂന്യമായിട്ടുള്ള പച്ചക്കറികൾ എന്നിവ നമുക്ക് എന്താണ് ആർക്ക് ഫീഡിംഗ് ആയിട്ട് കൊടുക്കാം? ലൈഫ് സ്റ്റോക്കിന് ഫീഡിംഗ് ആയിട്ട് കൊടുക്കാം. പകരം എന്ത് തരും? ലൈഫ് സ്റ്റോക്ക് റിയറിങ്ങിലൂടെ കിട്ടുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന മാനുവർ അല്ലേ, ചാണകം, മറ്റും എന്താണ് മറ്റു വേസ്റ്റുകൾ എന്തിനു ഉപയോഗിക്കാം? കാർഷിക വിളകളുടെ ഉൽപ്പാദനത്തിന് വളമായിട്ട് ഉപയോഗിക്കാം. ശരിയല്ലേ പറഞ്ഞത്? കറക്റ്റ് അല്ലേ? നമ്മളെന്ത് പറയാം? അതുകൊണ്ടാണ് ഈ അഗ്രികൾച്ചറും ലൈഫ് സ്റ്റോക്കും പരസ്പര പൂരകങ്ങളാണെന്ന് പറയുന്നത്. അതായത് ഒന്ന് മറ്റൊന്നിനെ സഹായിക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കുക. ദിസ് സിസ്റ്റം പ്രൊവൈഡ്സ് ഇൻകം ത്രൂഔട്ട് ദ ഇയർ ഫ്രം ലൈഫ് സ്റ്റോക്ക് സെക്ടർ. എന്താണ് പറയുന്നത്? നമ്മുടെ മിക്സഡ് ഫാമിംഗ് സിസ്റ്റത്തിലെ മെയിൻ സോഴ്സ് ആരാണ്? കാർഷിക വിളയാണ്, അല്ലെങ്കിൽ കാർഷിക വിളയിൽ നിന്ന് കിട്ടുന്ന വരുമാനം. പക്ഷെ അത് എപ്പോഴും കിട്ടുമോ? ഇല്ല, അതിൻ്റെ വിളവെടുക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞു, നമ്മളൊരു വാഴക്കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ വാഴ വലുതായി കുല വെട്ടി വിറ്റാൽ മാത്രമേ നമുക്ക് ഇൻകം കിട്ടത്തുള്ളൂ. പക്ഷേ മറിച്ച് നമ്മളെ ലൈഫ് സ്റ്റോക്ക് നോക്കുക, നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ത്രൂ ഔട്ടാണ് അല്ലേ, ഫുൾ വർഷം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കർഷകനെ സംബന്ധിച്ച് അവൻ്റെ ജീവിത കാര്യങ്ങൾ നടന്നു പോകാൻ ആരുപകരിക്കും? ഈ ലൈഫ് സ്റ്റോക്ക് റിയറിങ് ഉപകരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത സെന്റൻസ് നോക്കാം. ഫോർ ദ ഇന്ത്യൻ ഫാമിംഗ് കണ്ടീഷൻ മിക്സഡ് ഫാമിംഗ് ഈസ് ദ മോസ്റ്റ് റിലവൻറ്റ് വൺ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ത്യൻ ഫാമിംഗ് കണ്ടീഷനിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഫാമിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കൃഷി രീതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം മിക്സഡ് ഫാമിംഗ് സിസ്റ്റം എന്ന് പറയാം.
ഈ മിക്സഡ് ഫാമിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള 3 സെന്റൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഓർത്തിരിക്കുക. ഫസ്റ്റ് സെന്റൻസ് ഏതാണ്? എ ഫാമിംഗ് സിസ്റ്റം ഇൻ വിച്ച് 10-15% ഇൻകം ഈസ് ഡിറൈവ്ഡ് ഫ്രം ലൈഫ് സ്റ്റോക്ക് പ്രോഡക്റ്റ് ആൻഡ് ദ റെസ്റ്റ് ഫ്രം അഗ്രികൾച്ചർ ക്രോപ്പ് ഈസ് കോൾഡ് ഡാഷ് എന്ന് ചോദിച്ചാൽ ഏതാണ്? മിക്സഡ് ഫാമിംഗ് എന്ന് നിങ്ങൾ എഴുതണം. അല്ലെങ്കിൽ 10-15% ഇൻകം ലൈഫ് സ്റ്റോക്കിൽ നിന്ന് കിട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണുമടച്ചിട്ട് എഴുതണം ഏത് ഫാമിംഗ് സിസ്റ്റം എന്ന്? മിക്സഡ് ഫാമിംഗ് സിസ്റ്റം എന്ന് ഉറപ്പായിട്ട് എഴുതണം. അടുത്ത് നിങ്ങൾ ഓർക്കേണ്ട സെന്റൻസ് ആണ് അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക് ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അല്ലെങ്കിൽ ഏത് സിസ്റ്റം കോംപ്ലിമെന്ററി എന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകണം അത് ഏതാണ്, ഏത് സിസ്റ്റം ആയിരിക്കും? മിക്സഡ് ഫാമിംഗ് സിസ്റ്റം എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത മൂന്നാമത്തെ സെന്റൻസ് ആണ് ഫോർ ദ ഇന്ത്യൻ ഫാമിംഗ് കണ്ടീഷൻ മിക്സഡ് ഫാമിംഗ് ഈസ് ദ മോസ്റ്റ് റിലവൻറ്റ് ഓൺ. അല്ലെങ്കിൽ ഇന്ത്യൻ ഫാമിംഗ് കണ്ടീഷനിൽ ഏറ്റവും മോസ്റ്റ് റിലവൻറ്റ് ഓൺ ആയിട്ടുള്ള ഫാമിംഗ് സിസ്റ്റം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് എഴുതണം ഏതെന്ന്? മിക്സഡ് ഫാമിംഗ് സിസ്റ്റം എന്ന് ഉറപ്പായിട്ട് എഴുതണം, മറന്നു പോകരുത്. ഓക്കെ, അടുത്ത ഫാമിംഗ് സിസ്റ്റം നോക്കുക. ഏതാണ്? സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്. ഏതാണ്? സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്. എന്താണ് സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒന്നിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള കൃഷി രീതിയാണ്. ഏതിനായിരിക്കും? നമുക്ക് നോക്കാം. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫാമിംഗ് 15% ഓർ മോർ ഇൻകം ഈസ് ജനറേറ്റഡ് ഫ്രം ലൈഫ് സ്റ്റോക്ക്. എന്താ പറയുന്നത്? ഈ ഫാമിംഗ് സിസ്റ്റത്തിൽ 50% അല്ലെങ്കിൽ അതിലധികം ഇൻകം എവിടെ നിന്നാണ് വരുന്നത്? ലൈഫ് സ്റ്റോക്ക് സെക്ടറിൽ നിന്നാണ് വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഏതിനായിരിക്കും പ്രാധാന്യം അല്ലെങ്കിൽ ഊന്നൽ കൊടുത്തത്? ലൈഫ് സ്റ്റോക്ക് സെക്ടറാണ് അല്ലേ. അടുത്ത സെന്റൻസ് നോക്കാം. ആൻഡ് ദ റെസ്റ്റ് ഫ്രം അഗ്രികൾച്ചർ ലൈക്ക് സെയിൽ ഓഫ് മാനുവർ, സെയിൽ ഓഫ് എക്സ്ട്രാ ഫോഡർ, ഗ്രെയിൻസ് ആൻഡ് അതർ അഗ്രികൾച്ചർ ക്രോപ്സ്. നമ്മൾ പറഞ്ഞു 50% അല്ലെങ്കിൽ അതിലധികമോ ഇൻകം എവിടെ നിന്ന് വരുന്നുണ്ട്? ലൈഫ് സ്റ്റോക്ക് സെക്ടർ. ഓക്കെ, ബാക്കി വരുന്ന പിന്നെ ഇൻകം എവിടെ നിന്നാണ് വരുന്നത്? അഗ്രികൾച്ചറിൻ്റെ സെയിൽ കൊണ്ടോ അല്ലെങ്കിൽ മാനുവർ അല്ലെങ്കിൽ വളം ചാണകം എന്നിന്നോ അല്ലെങ്കിൽ സെയിൽ ഓഫ് എക്സ്ട്രാ ഫോഡർ, ഈ നമ്മുടെ ലൈഫ് സ്റ്റോക്കിന് വേണ്ടി വളർത്തുന്ന ഫോഡറിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അധികമായിട്ട് കിട്ടുന്ന ഫോഡറിൻ്റെ സെയിൽ കൊണ്ടോ, ഗ്രെയിൻസ് ധാന്യങ്ങളുടെ സെയിൽ കൊണ്ടോ അല്ലെങ്കിൽ അതർ അഗ്രികൾച്ചർ ക്രോപ്സ് മറ്റ് അഗ്രികൾച്ചർ ക്രോപ്സിൻ്റെ സെയിലിലൂടെ കിട്ടുന്ന വരുമാനം. അപ്പോൾ ഈ ഫാമിംഗ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഫസ്റ്റ്, എഫിഷ്യൻസി മാക്സിമം കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ബെറ്റർ മാനേജ്മെൻറ്റ്, നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമുക്ക് എന്തുണ്ടാകും? നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇല്ലേ? ഉറപ്പല്ലേ? നമ്മൾ ഒന്നിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ മറക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള സെന്റൻസ് ഇതാണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫാമിംഗ് 15% ഓർ മോർ ഇൻകം ഈസ് ജനറേറ്റഡ് ഫ്രം ലൈഫ് സ്റ്റോക്ക്. നമ്മൾ 50% അല്ലെങ്കിൽ അതിലധികം ഇൻകം ലൈഫ് സ്റ്റോക്കിൽ നിന്ന് കിട്ടുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് ഉറപ്പായിട്ട് ഏത് എഴുതണം? സ്പെഷ്യലൈസ്ഡ് ഫാം എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ അല്ലേ? അടുത്ത ഫാമിംഗ് സിസ്റ്റം ഏതാണ്? ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്. എന്താണ്? വൈവിധ്യമാർന്ന കൃഷി. എന്താണ് പറയുന്നത്? വൈവിധ്യമാർന്ന കൃഷി എന്നത് ഒറ്റ സംവിധാനത്തിൽ വൈവിധ്യമാർന്ന വിവിധ വിളകളെയോ അതോടെ അല്ലെങ്കിൽ മൃഗങ്ങളെയോ വളർത്തുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫാമിംഗ് ഫാമേഴ്സ് ഗെറ്റ് ഇൻകം ഫ്രം സെവറൽ സോഴ്സ് ഇൻക്ലൂഡിംഗ് ഡയറി ഫാം ആൻഡ് ദ ഇൻകം ഫ്രം എ സിംഗിൾ സോഴ്സ് ഡസ് നോട്ട് എക്സീഡ് മോർ ദാൻ 15%. അപ്പോൾ എന്താണ് പറയുന്നത്? കർഷകന് ഡയറി ഫാം ഉൾപ്പെടെ നിരവധി സ്രോതസ്സിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട് അല്ലേ. എന്നാൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഒറ്റ സ്രോതസ്സിൽ നിന്നും വരുമാനം എത്ര പെർസെൻറ്റേജ് കൂടാൻ പാടില്ല? 15% കൂടാൻ പാടില്ല. ഈ പിക്ചർ നോക്കിയേ, കർഷകൻ ഏതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്? ഇവിടെ മുന്തിരി കൃഷി കാണുന്നുണ്ട്, ആപ്പിൾ കൃഷി കാണുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് കന്നുകാലി വളർത്തുന്നുണ്ട്, പുൽകൃഷി, ഇങ്ങനെ പലതരത്തിലുള്ള കൃഷികളും അതുപോലെ തന്നെ ഫാമിംഗ് സിസ്റ്റം ഉണ്ട്. പക്ഷേ ഈ കണ്ടീഷൻ ഓർക്കുക, ഒരു സ്രോതസ്സിൽ നിന്നും
എന്താണ് 15% കൂടാൻ പാടില്ല. 15% കൂടിക്കഴിഞ്ഞാൽ അത് ഏതായി? സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ് ആയി. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ ഓർക്കുക, ഒരു ഫാമിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്രോതസ്സിൽ നിന്നും 50% ഇൻകം കൂടാൻ പാടില്ല. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഈ ഫാമിംഗ് സിസ്റ്റം? ഒന്ന്, ഇൻക്രീസ്ഡ് ഇൻകം സ്റ്റെബിലിറ്റി. നമ്മുടെ ഇൻകം അല്ലെങ്കിൽ വരുമാനം എന്താണ്? സ്റ്റെബിലിറ്റി ആയിട്ട് നിൽക്കും. കാരണം എന്താണ്? നമുക്ക് പല സ്രോതസ്സിൽ നിന്നും വരുമാനം കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ കൃഷി മാത്രമാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു കൃഷി സീസണിൽ മാത്രമായിരിക്കും വരുമാനം തരുന്നത്, അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? കൃഷിയുമുണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫാമിംഗ് സിസ്റ്റം ഉണ്ട്. അതുപോലെ പലതരത്തിലുള്ള കൃഷികളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ്? ഇൻകം സ്റ്റെബിലിറ്റി കാണും. ഇനി എന്താണ്? റെഡ്യൂസ് റിസ്ക് ഓഫ് ക്രോപ്പ് ഫെയിലുവർ. ഈ ഫാമിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇതാണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫാമിംഗ് ഫാമേഴ്സ് ഗെറ്റ് ഇൻകം ഫ്രം സെവറൽ സോഴ്സ് ഇൻക്ലൂഡിംഗ് ഡയറി ഫാം ആൻഡ് ദ ഇൻകം ഫ്രം എ സിംഗിൾ സോഴ്സ് ഡസ് നോട്ട് എക്സീഡ് മോർ ദാൻ 50%. ഓർത്തിരിക്കുക, ഡസ് നോട്ട് എക്സീഡ് മോർ ദാൻ 15%. പല സ്രോതസ്സിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടുന്നെങ്കിലും ഒരു സ്രോതസ്സിൽ നമ്മൾ 50% ഇൻകം കൂടാൻ പാടില്ല. ഏത് ഫാമിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും അടച്ചിട്ട് നിങ്ങൾ എഴുതണം. ഏത് ഫാമിംഗ് സിസ്റ്റമാണ്? അതെ, ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ് സിസ്റ്റം എന്ന് ഉറപ്പായിട്ട് എഴുതണം, മറന്നു പോകരുത്. അടുത്ത ഫാമിംഗ് സിസ്റ്റം ഏതാണ്? ഓർഗാനിക് ഫാമിംഗ്, അല്ലേ? ജൈവ കൃഷി രീതി, അല്ലേ? എന്താണ് ജൈവ കൃഷി രീതി? ഇത് മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും ആവാസ വ്യവസ്ഥയുടെയും ആരോഗ്യം നിലനിർത്തുന്ന ഒരു ഉൽപാദന രീതിയാണ് ഓർഗാനിക് ഫാമിംഗ്, അല്ലേ? നമ്മൾ ഇന്ന് ഒരുപാട് കേൾക്കുന്ന ഒരു കൃഷി രീതിയാണ് ഓർഗാനിക് ഫാമിംഗ്, അല്ലേ? ഇവിടെ എന്താണ്? ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്ന ചേരുവകൾ ഉപയോഗിക്കുന്നതിന് പകരം പരിസ്ഥിതിയുടെ സ്വാഭാവിക പ്രക്രിയകൾ, ജൈവ വൈവിധ്യം എന്നിവകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കൃഷി രീതിയാണ് ഏത്? ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ജൈവ കൃഷി രീതിയുടെ പ്രത്യേകത. ഓക്കെ, ഇവിടെ നമ്മുടെ ഈ ഓർഗാനിക് ഫാമിങ്ങിൽ എന്താണ്? ജൈവ കീടനാശിനികൾ, കമ്പോസ്റ്റ്, പച്ചില വളങ്ങൾ, ഇടവിള കൃഷി എന്നിവ ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ രാസവളങ്ങൾ, കീടനാശിനികൾ, കന്നുകാലി തീറ്റയിൽ ചേർക്കുന്ന രാസപദാർത്ഥങ്ങൾ എന്നിവ നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? സെന്റൻസ് നോക്കിയേ. ഓർഗാനിക് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മീൻസ് എന്താണ്? ജൈവ കന്നുകാലി ഉൽപാദനം, അല്ലേ? എന്താണ് പറയുന്നത്? ദ പ്രൊഡക്ഷൻ ഓഫ് അനിമൽ ഒറിജിൻ ഫുഡ്സ് വിത്ത് ബയോളജിക്കൽ ആൻഡ് നാച്ചുറൽ പ്രിൻസിപ്പിൾസ് ബൈ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ആനിമൽ വെൽഫെയർ. എന്താണ് പറയുന്നത്? ശ്രദ്ധിക്കുക. മൃഗക്ഷേമത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ജൈവശാസ്ത്രപരവും പ്രകൃതിദത്തവുമായ തത്വങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആനിമൽ ഒറിജിൻ ഫുഡിൻ്റെ ഉൽപാദനം. മനസ്സിലായോ? എന്താണ്? ദ പ്രൊഡക്ഷൻ ഓഫ് ആനിമൽ ഒറിജിൻ ഫുഡ്സ് വിത്ത് ബയോളജിക്കൽ ആൻഡ് നാച്ചുറൽ പ്രിൻസിപ്പിൾ ബൈ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ദ ആനിമൽ വെൽഫെയർ. അതായത് മൃഗക്ഷേമത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ജൈവശാസ്ത്രപരവും പ്രകൃതിദത്തവുമായ തത്വങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താണ്? ആനിമൽ ഒറിജിൻ ഫുഡിൻ്റെ ഉൽപാദനം. ഓക്കെ, രണ്ടാമത്തെ സെന്റൻസ് നോക്കുക. ഡ്യൂ ടു ഇമ്പോർട്ടൻസ് ഈസ് എ ഗിവൺ ടു ആനിമൽ വെൽഫെയർ ആസ് ആനിമൽ വിൽ ബി അലോഡ് ടു എക്സിബിറ്റ് ദെയർ നാച്ചുറൽ ബിഹേവിയർ ആൻഡ് റിയർഡ് വിത്ത് ലെസ് സ്ട്രെസ്. നമ്മളെന്താണ് ഇവിടെ? മൃഗങ്ങളെ അവയുടെ സ്വാഭാവിക പെരുമാറ്റങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുവദിക്കണം. എന്തൊക്കെയാണ് സ്വാഭാവിക പെരുമാറ്റങ്ങൾ? എന്താണ്? ഒന്ന്, കൂട്ടമായിട്ട് ജീവിക്കുക. മൃഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും കൂട്ടമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവയാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ അവയെ കൂട്ടമായിട്ട് നമ്മൾ ജീവിക്കാൻ അനുവദിക്കുമ്പോൾ എന്താണ്? അവരുടെ എന്താണ്? സ്ട്രെസ് കുറയുകയും അതുപോലെ തന്നെ എന്താണ്? അവ നന്നായി വളരുകയും ചെയ്യും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഫാം നടത്തുകയാണ്, അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? ഇപ്പോൾ നമ്മുടെ അമ്മ പശു കാണും, അതുപോലെ തന്നെ കാഫും കാണും, അല്ലേ? ഇത് രണ്ടിനെ സെപ്പറേറ്റ് ആയിരിക്കും നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നത്, അല്ലേ? ഇത് പരസ്പരം ഒരുമിച്ച് നിൽക്കുന്ന എപ്പോഴായിരിക്കും? ആ മിൽക്കിംഗ് സമയത്ത് മാത്രമായിരിക്കും, അല്ലേ? ഈ ഓർഗാനിക് ഫാമിംഗ് അങ്ങനെയല്ല. ഇവരെന്താണ്? എപ്പോഴും കൂട്ടമായിട്ട് ജീവിക്കും. അപ്പോൾ അവരിങ്ങനെ കൂട്ടമായിട്ട് ജീവിക്കുമ്പോൾ അവർ പരസ്പരം എന്ത് ചെയ്യാം? ലിക്കിംഗ്, ഗ്രൂമിംഗ്, മൗണ്ടിങ്, ബുട്ടിങ്, അതുപോലെ തന്നെ നാച്ചുറൽ മൗണ്ടിങ് തുടങ്ങിയ നാച്ചുറൽ ബിഹേവിയർ അല്ലെങ്കിൽ എന്താണ്? സ്വാഭാവിക പെരുമാറ്റങ്ങൾ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു. അതുപോലെ തന്നെ വിശ്രമത്തിനും കിടക്കുന്നതിനും ഗണ്യമായ സമയം ചിലവഴിക്കുന്നതാണ് മൃഗങ്ങൾ.
എന്തിനാവും അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ ആനിമലിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഈ നമ്മൾ പുല്ലൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് കഴിക്കും അല്ലേ? എന്നിട്ട് അത് എപ്പോഴാണ് അതിൻ്റെ ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നത്? അത് എപ്പോഴാണ് റെസ്റ്റ് കിടക്കുന്ന ആ സമയത്താണ് പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ കന്നുകാലികൾ സ്വാഭാവികമായി മേയുകയും തീറ്റ തിരയുന്നവരുമാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഗ്രേസിങ്ങിനുള്ള ഫെസിലിറ്റി മസ്റ്റായിട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇങ്ങനെ വളരെ സ്ട്രെസ് കുറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറിൽ അവയെ വളർത്തിയാൽ മാത്രമേ നമുക്ക് ജൈവ കന്നുകാലി ഉൽപാദനം സാധ്യമാകൂ. മനസ്സിലായോ? അടുത്ത സെന്റൻസ് നോക്കാം. ആൻ ഓർഗാനിക് ഫാം ഷുഡ് ബി സെൽഫ് കണ്ടെയ്ൻഡ് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ വിത്ത് മിനിമൽ ഡിപ്പെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇൻപുട്ട്. എന്താ പറയുന്നത്? ഒരു സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സ്വയം നിയന്ത്രിതമായ ഉൽപാദന സംവിധാനമായിരിക്കണം. അതായത് അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവേണം ആവശ്യങ്ങൾ പരിഹരിക്കാൻ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഫാം നടത്തുമ്പോൾ ഒരു കാരണവശാലും പുറത്തുനിന്നുള്ള പുല്ലോ അല്ലെങ്കിൽ വൈക്കോലോ ആശ്രയിച്ചായിരിക്കരുത്. ആ ഫാമിൽ തന്നെ വളർത്തുന്ന പുൽകൃഷി അല്ലെങ്കിൽ പുല്ല് കൊണ്ടായിരിക്കണം ആ ആവശ്യം നിറവേറ്റാൻ. ഓക്കെ, അടുത്തെന്താണ് പറയുന്നത്? ദ ഫെസിലിറ്റി ഫോർ ഗ്രേസിംഗ് ഇസ് മസ്റ്റ്. നമ്മുടെ ഈ ഓർഗാനിക് ഫാമിങ്ങിൽ എന്താണ്, മേയാനുള്ള സൗകര്യം മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം, മറന്നു പോകരുത്. അടുത്തെന്താ പറയുന്നത്? The feed used must be pesticides free and animal products free for unwanted chemical residues. ഇവിടെ എന്താ പറയുന്നത്? രാസപദാർത്ഥങ്ങളോ അല്ലെങ്കിൽ കീടനാശിനികളോ ഉപയോഗിച്ചിട്ടില്ലാത്ത ഫീഡ് വേണം ആർക്ക് കൊടുക്കാൻ? ആനിമലിന് കൊടുക്കാൻ അല്ലേ? അതുപോലെ തന്നെ എന്തോ പറയുന്നുണ്ട്, ഈ ആനിമലിന്റെ പ്രോഡക്റ്റിൽ എന്ത് കാണാൻ പാടില്ല? അൺവാണ്ടഡ് കെമിക്കൽ റെസിഡ്യൂസ് എന്ന് വെച്ചാൽ കെമിക്കൽ അംശങ്ങളും ഈ അനിമലിന്റെ പ്രോഡക്റ്റിൽ കാണാൻ പാടില്ല. ഇനി അടുത്തെന്താ പറയുന്നത്? ആന്റിബയോട്ടിക്സ് യൂസ് ഈസ് റെസ്ട്രിക്റ്റഡ്. എന്താ പറയുന്നത്? ആന്റിബയോട്ടിക് യൂസ് ഈസ് റെസ്ട്രിക്റ്റഡ്, പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടില്ല. പകരം നമ്മൾ ഈ ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം കർശനമായിട്ട് നിയന്ത്രിച്ചിരിക്കുന്നു. ഇപ്പോൾ സാധാരണയായിട്ട് ഒരു അസുഖം ഉണ്ടാകിയാൽ നമ്മൾ ആ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അല്ലേ? ഒരു ബാക്ടീരിയൽ ഡിസീസിനാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെ എന്താണ് ചെയ്യുന്നത്? ആൻറ്റിബയോട്ടിക്സ് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത് അല്ലേ? പക്ഷേ ഈ ഓർഗാനിക് ഫാമിങ്ങിൽ എന്താണ്? ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം സ്ട്രിക്റ്റ്ലി റെസ്ട്രിക്റ്റഡ് ആണ്, നിയന്ത്രിച്ചിരിക്കുന്നു. ഓക്കെ, അത് എങ്ങനെ സാധിക്കും? എങ്ങനെയായിരിക്കും സാധിക്കുന്നത്? അപ്പോൾ ഓർഗാനിക് ഫാമിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം തടയുന്നതിന് മൃഗങ്ങൾക്ക് രോഗസാധ്യത കുറവുള്ള ആരോഗ്യപരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള ജൈവ സുരക്ഷാ നടപടികൾ ഓർ ബയോസെക്യൂരിറ്റി മെഷേഴ്സ്. അപ്പോൾ എന്താണ് ബയോസെക്യൂരിറ്റി മെഷേഴ്സ്? ഇപ്പം നിങ്ങൾ വലിയ വലിയ ഫാമുകളിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മൾ ഫാമിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻട്രൻസ് ഭാഗത്ത് എന്താണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലൈൻ ഒഴിച്ചിരിക്കും. നമ്മളതിൽ കാല് ഡിപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് ഫാമിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഒരു ടൈപ്പ് ഓഫ് എന്താണ് ബയോസെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. ഇനി നിങ്ങൾ ബുൾ സ്റ്റേഷൻ, അതായത് ഈ നമ്മുടെ മാട്ടുപ്പെട്ടിയിലോ അല്ലെങ്കിൽ കുളത്തൂപ്പുഴ പോയിട്ടുണ്ടോ? അവിടെ ബുൾ സ്റ്റേഷനിൽ എല്ലാവർക്കും വിസിറ്റിംഗ് അലൗഡ് അല്ല. അങ്ങനെ കർശനമായിട്ടുള്ള ബയോസെക്യൂരിറ്റി മെഷേഴ്സ് പാലിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ രോഗങ്ങൾ തടയാം. അതിലൂടെ നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം കുറയ്ക്കാം. അതുപോലെ തന്നെ പ്രതിരോധ ആരോഗ്യ രീതികൾ, അതായത് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ പ്രാക്ടീസ്, ഉയർന്ന നിലവാരമുള്ള പോഷക ആഹാരങ്ങൾ, അതായത് ഹൈ ക്വാളിറ്റി ന്യൂട്രീഷണൽ ഫീഡ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം കുറയ്ക്കാം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വളർത്തുന്ന അനിമൽസിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റിൽ ഒരു തരത്തിലുള്ള എന്താണ് കെമിക്കൽ റെസിഡ്യൂസും കാണില്ല. ഓക്കെ, ഇനി അടുത്തതാ പറയുന്നത്, ദ ഈൽഡ് വിൽ ബി ലോവർ ദാൻ കൊമേഴ്സ്യൽ സിസ്റ്റം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമ്മളിവിടെ ഇപ്പോൾ കൃഷി ആയപ്പോൾ നമ്മൾ എന്താണ് രാസവളങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നില്ല അല്ലേ, കീടനാശിനികളൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളെ പ്രൊഡക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി നമ്മൾ ഫാമിംഗ് സിസ്റ്റത്തിൽ നോക്കിയാൽ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ എക്സ്ട്രാ തീറ്റകളോ അല്ലെങ്കിൽ അങ്ങനെ തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള കെമിക്കൽസും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ് പ്രൊഡക്ഷൻ എന്തായാലും കുറവായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്?
നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഓർഗാനിക് ഫുഡ് പ്രോഡക്ട്സ് ഇന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ അതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറച്ച് മതി, പക്ഷെ നമുക്ക് അതിലൂടെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൂന്നാമത്തെ എന്താണ്, ന്യൂട്രീഷൻ ഫുഡ് എൻഷ്വർ ചെയ്യാൻ സാധിക്കും. നാലാമത്തെ എന്താണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? എന്താണ് സുസ്ഥിര വികസനം സാധ്യമാക്കാം. ഇങ്ങനെയുള്ള ഒട്ടേറെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഈ ഫാമിംഗ് സിസ്റ്റത്തിൽ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫാമിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ആൻ ഓർഗാനിക് ഫാം ഷുഡ് ബി സെൽഫ് കണ്ടെയ്ൻഡ് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ വിത്ത് മിനിമൽ ഡിപ്പെൻസ് ഓൺ എക്സ്റ്റേണൽ ഇൻപുട്ട്. അല്ലെങ്കിൽ സെൽഫ് കണ്ടെയ്ൻസ്, ഏത് ഫാമിംഗ് സിസ്റ്റമാണ് സെൽഫ് കണ്ടെയ്ൻഡ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് എഴുതുന്ന ഏതാണ്, ഓർഗാനിക് ഫാമിംഗ്. മറന്നു പോകരുത്. ഇനി അടുത്ത പോയിന്റ് ഏതാണ്, മോർ ഏരിയ ഇസ് റിക്വയർഡ് ഫോർ ദിസ് സിസ്റ്റം. ഈ ഒരു സെൻറ്റൻസ് പറയാൻ കാരണം നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ കണ്ടതാണ്, അതുകൊണ്ടാണ് ഈ സെൻറ്റൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ്, മോർ ഏരിയ ഈസ് റിക്വയർഡ് ഫോർ ദിസ് സിസ്റ്റം. ഓക്കെ. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് ഏതാണ്, ദ ഫെസിലിറ്റി ഫോർ ഗ്രേസിംഗ് ഇസ് മസ്റ്റ്. ഏത് ഫാമിംഗ് സിസ്റ്റത്തിലാണ് ഗ്രേസിംഗ് മസ്റ്റായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് എഴുതണം ഏതാണ്, ഓർഗാനിക് ഫാമിംഗ്. അപ്പൊ നാലാമത്തെ സെന്റൻസ് ഏതാണ്, ദ ഫീഡ് യൂസ്ഡ് മസ്റ്റ് ബി പെസ്റ്റിസൈഡ് ഫ്രീ ആൻഡ് അനിമൽ പ്രോഡക്റ്റ് ഫ്രീ ഓഫ് അൺവാണ്ടഡ് കെമിക്കൽ റെസിഡ്യൂസ്. അപ്പോൾ ഇത് ഏത് ഫാമിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചാലും നിങ്ങൾ കണ്ണ് പഠിച്ചിട്ട് എഴുതുന്ന ഏതാണ്, ഓർഗാനിക് ഫാമിംഗ് എന്ന് എഴുതണം. ഇനി അവസാനത്തെ പോയിന്റ് ഏതാണ്, ആൻറ്റിബയോട്ടിക് യൂസ്ഡ് ഈസ് റെസ്ട്രിക്റ്റഡ്. ഏത് ഫാമിംഗ് സിസ്റ്റത്തിലാണ് ആൻറ്റിബയോട്ടിക് റെസ്ട്രിക്റ്റ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതില്ലേ, ഓർഗാനിക് ഫാം എന്ന് എഴുതണം. ഓക്കെ. ഇത്രയും പോയിന്റ് നിങ്ങൾ മറക്കാതെ ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഫാമിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഓർഗാനിക് ഫാമാണ്. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത ഫാമിംഗ് സിസ്റ്റം ഏതാണ്, ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഏതാണ്, സംയോജിത കൃഷി രീതി. എന്താണ് പറയുന്നത്, ഇവിടെ പലതരം കൃഷി രീതികളെ പരസ്പര പൂരകങ്ങളായി ചെയ്തുകൊണ്ട് ഒന്ന് മറ്റൊന്നിന് ഉപകരിക്കുന്ന രീതിയിൽ ചെയ്യുന്ന കൃഷി രീതിയെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷി രീതി എന്ന് പറയുന്നു. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്താണ് പറയുന്നത്, ഇൻ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ഡിഫറെൻ്റ് ആനിമൽ ആൻഡ് ക്രോപ്സ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഡിപ്പെൻഡ് ആൻഡ് ബെനിഫിറ്റ് ഈച്ച് അതർ. എന്താ പറയുന്നത്, പരസ്പരം ആശ്രയിക്കുകയും പ്രയോജനം നേടുകയും ചെയ്യുന്ന രീതിയിൽ വ്യത്യസ്ത മൃഗങ്ങളെയും വിളകളെയും പരസ്പരം സംയോജിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കാർഷിക രീതിയെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷി രീതി എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്, പരസ്പരം ആശ്രയിക്കുകയും പ്രയോജനം നേടുകയും ചെയ്യുന്ന രീതിയിൽ വ്യത്യസ്ത മൃഗങ്ങളെയും വിളകളെയും പരസ്പരം സംയോജിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കാർഷിക രീതിയെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷി രീതി എന്ന് പറയുന്നു. ഓക്കെ. അടുത്ത സെന്റൻസ് നോക്കുക, ദിസ് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ഓഫ് ഈച്ച് യൂണിറ്റ്. എന്താ പറയുന്നത്, ഇത് ഓരോ യൂണിറ്റിൻ്റെയും എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു. എന്താണ് രണ്ടാമത്തെ സെന്റൻസ്, ദിസ് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ഓഫ് ഈച്ച് യൂണിറ്റ്. അതായത് ഇത് ഓരോ യൂണിറ്റിൻ്റെയും എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു. നമുക്ക് എക്സാമ്പിൾ നോക്കാം. A rice field after harvesting is used for rearing ducks first and then it is used for fish farming. അപ്പോൾ വിളവെടുപ്പിന് ശേഷം നമ്മൾ ആ നെൽവയലിൽ ആദ്യം നമ്മൾ എന്തിനെ വളർത്തും, താറാവിനെ വളർത്തും അല്ലേ. അതിനുശേഷം നമ്മൾ അതേ വയലിൽ തന്നെ മത്സ്യകൃഷി നടത്തും അല്ലേ. ഇപ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ നെൽവയലിൽ അവശേഷിക്കുന്ന ചെറുധാന്യങ്ങളും അതുപോലെ തന്നെ ചെറു മത്സ്യങ്ങളും ആരുടെ ആഹാരമായിട്ട് മാറും, ആ താറാവിന് ആഹാരമായിട്ട് മാറും. മനസ്സിലായോ? ഓക്കെ. ഈ സെന്റൻസ് ശ്രദ്ധിക്കുക. ദ റൈസ് റെസിഡ്യൂസ് ആൻഡ് സ്മോൾ നാച്ചുറൽ ഫിഷസ് സർവ് ആസ് എ ഫീഡ് ഫോർ ഡക്ക്. നമ്മൾ പറഞ്ഞു
ഹാർവസ്റ്റ്, അതായത് എന്താണ്, വിളവെടുപ്പിന് ശേഷം ആ ഫീൽഡിൽ അല്ലെങ്കിൽ വയലിൽ അവശേഷിക്കുന്ന ചെറിയ എന്താണ് ധാന്യങ്ങളും അതുപോലെ തന്നെ എന്താണ് ചെറിയ ഫിഷസ് ആരുടെ ഫുഡായിട്ട് മാറും? ഡക്കിൻ്റെ ഫുഡായിട്ട് മാറും. അടുത്ത സെൻറ്റൻസ് നോക്കാം. ദ ഡ്രോപ്പിംഗ് ഓഫ് ഡക്ക് സർവ് ആസ് എ ഫീഡ് ഫോർ ഫിഷസ്. നമ്മൾ പറഞ്ഞില്ലേ, താറാവിൻ്റെ ഡ്രോപ്പിംഗ്, കാഷ്ടം ആർക്ക് ഫുഡായിട്ട് മാറും? ഫിഷിന് ഫുഡായിട്ട് മാറും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദ റിയറിംഗ് ബേർഡ്സ് ഇൻ എ കേജസ് കൺസ്ട്രക്റ്റഡ് ഓവർ ഫിഷ് പോണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? ഫിഷ് പോണ്ടിന് മുകളിൽ നിർമ്മിക്കുന്ന കൂടുകൾ നമ്മൾ എന്തിനെ വളർത്തും? പക്ഷികളെ വളർത്തും അല്ലേ? അപ്പോൾ ഇവിടെയും പക്ഷികളുടെ ഡ്രോപ്പിംഗ് ആർക്ക് ഫുഡായിട്ട് മാറും? ഫിഷിന് ഫുഡായിട്ട് മാറും. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ഈ ഒരു ഫാമിംഗ് സിസ്റ്റത്തിൽ കുറച്ച് ഏരിയയിൽ നമുക്ക് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ? നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയതാണ്. ഒരു റൈസ് ഫീൽഡിൽ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം എന്ത് വളർത്തി? താറാവിനെ വളർത്തി അല്ലേ? അതിനുശേഷം എന്താണ്? മത്സ്യകൃഷി നടത്തി അല്ലേ? അങ്ങനെ നമ്മൾ കുറച്ച് ഏരിയയിൽ നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി. എങ്ങനെയാണ്? പലതരത്തിലുള്ള കൃഷികൾ ചെയ്തിട്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഈ ഭാഗത്ത് നിന്നും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ടൈപ്പ് ഓഫ് ഫാമിംഗ് ഇൻ വിച്ച് ഇൻകം ഫ്രം എ സിംഗിൾ സോഴ്സ് ഡസ് നോട്ട് എക്സീഡ് മോർ ദാൻ 15%. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ മിക്സഡ് ഫാംസ്, ഓപ്ഷൻ ബി സ്പെഷ്യലൈസ്ഡ് ഫാംസ്, ഓപ്ഷൻ സി ഡൈവേഴ്സിഫൈഡ് ഫാംസ്, ഓപ്ഷൻ ഡി കൊമേഴ്സ്യൽ ഡയറിങ്. ഏതായിരിക്കും ആൻസർ? നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആൻസർ ചെയ്യും അല്ലേ? ഏതായിരിക്കും? അതെ, ഓപ്ഷൻ സി ആണ്, ഡൈവേഴ്സിഫൈഡ് ഫാംസ്. ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫാമിംഗ് ഇൻ വിച്ച് 15% ഓർ മോർ ഇൻകം ഈസ് ജനറേറ്റഡ് ഫ്രം ലൈഫ് സ്റ്റോക്ക് ആൻഡ് ദ റെസ്റ്റ് ഫ്രം അഗ്രികൾച്ചർ ഈസ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. എ ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്, ഓപ്ഷൻ ബി മിക്സ്ഡ് ഫാമിംഗ്, ഓപ്ഷൻ സി സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഏതായിരിക്കും ആൻസർ? പെട്ടെന്ന് പറഞ്ഞോളൂ. അതെ, നമ്മൾ പറഞ്ഞു അല്ലേ, 50% അല്ലെങ്കിൽ അതിലധികമോ ഇൻകം നമ്മളെ ലൈഫ് സ്റ്റോക്ക് സെക്ടറിൽ നിന്ന് കിട്ടുമെങ്കിൽ ഏത് ഫാം ആയിരിക്കും? അതെ, ഓപ്ഷൻ സി ആണ്, സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ആൻ ഓർഗാനിക് ഫാമിംഗ്? ഓർഗാനിക് ഫാമിങ്ങിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് തെറ്റായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. മോസ്റ്റ്ലി എ സെൽഫ് കണ്ടെയ്ൻഡ് സിസ്റ്റം, ഓപ്ഷൻ ബി ലെസ് ഏരിയ ഇസ് റിക്വയർഡ്, ഓപ്ഷൻ സി ഈൽഡ് വിൽ ബി ലോ, ഓപ്ഷൻ ഡി ആനിമൽ വെൽഫെയർ ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അവിടെ പ്രത്യേകിച്ച് പറഞ്ഞതാണ് ഇന്ന പോയിന്റ് ഓർത്തിരിക്കണം, അല്ലെങ്കിൽ PSC എക്സാമിന് ചോദിക്കുമെന്ന് പറഞ്ഞു. ഏതാണ് ഇവിടെ തെറ്റാനുള്ള പ്രസ്താവന? ഏതാണ്? അതെ, ഓപ്ഷൻ ബി ആണ് അല്ലേ, ലെസ് ഏരിയ ഇസ് റിക്വയർഡ്. ലെസ് ഏരിയ ആണോ? ഇല്ല, മോർ ഏരിയ ഇസ് റിക്വയർഡ് ഫോർ ഓർഗാനിക് ഫാമിംഗ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The farming in which different animal and crops are incorporated in such a way that they depend and benefit each other. Option ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ മിക്സ്ഡ് ഫാമിംഗ്, ഓപ്ഷൻ ബി ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്, ഓപ്ഷൻ സി ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ്, ഓപ്ഷൻ ഡി ഓർഗാനിക് ഫാമിംഗ്. ഏതാണ് എൻ്റെ ആൻസർ? അത് ഓപ്ഷൻ സി ആണ്, ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഏതാണ്? ഓപ്ഷൻ സി ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മാക്സിമം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇനി ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഓരോ വ്യക്തികളിൽ എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്ത് നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ചാപ്റ്റർ ഫസ്റ്റിൽ ഡയറി ഫാമിംഗ് അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാപ്റ്റർ ഫസ്റ്റ് ക്ലോസ് ആകും. അതിനുശേഷം നമ്മൾ 50 മാർക്കിനോ അല്ലെങ്കിൽ 100 മാർക്കിനുള്ള എക്സാം ഇടും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.